ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വാഴയുടെ കൂമ്പ് വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ വാഴയുടെ കൂമ്പ് എന്നും പറയും, വാഴക്കുടപ്പൻ എന്ന് പറയും, പിന്നെ കായയുടെ മാനി, അങ്ങനെ പല പേരിലാട്ടോ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കായയുടെ മാനി എന്നും കുടപ്പൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതും പിന്നെ ഞാൻ സാമ്പാർ പരിപ്പും ഉപയോഗിച്ചിട്ട് ഒരു തോരനാട്ടോ വയ്ക്കാൻ പോണത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വാഴയുടെ കൂമ്പും പിന്നെ ചെറുപയർ വെച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ചക്കക്കുരു വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ആദ്യം ക്ലീൻ ആക്കി എടുക്കണം. ഇതിൻ്റെ ഇതത്തെ ഈ എന്താ പറയുക തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കളഞ്ഞെടുത്തിട്ട് ഉള്ളിൽ നമുക്ക് വെള്ള കളറിലൊക്കെ ഇത് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കളഞ്ഞിട്ട് ഇപ്പോൾ ഇതാ വാഴയുടെ കൊമ്പ് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. കറ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതാ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അപ്പോൾ നമ്മളിതാ ഇതിന് വേണ്ടിയിട്ട് പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് കുക്കറിലേക്ക് പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെള്ളം വെച്ചിട്ട് ഇത് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും കുറച്ച് കാന്താരിമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായി അരച്ചെടുക്കണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങയും കാന്താരിമുളകും ജീരകവും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പരിപ്പ് അങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് പ്രഷർ പോയി വരുമ്പോഴേക്കും കായയുടെ മാനിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കായയുടെ മാനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചെടുക്കണില്ല. ആദ്യം തന്നെ നമുക്കിതിലേക്ക് കായയുടെ മാനി നമ്മൾ കറവാൻ വെച്ചിട്ടുണ്ട്. അത് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് അരച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇതിന് വെള്ളം വരുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഞാൻ പരിപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കായയുടെ മാനി നമ്മൾ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വെന്തോട് ചേർത്തിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുത്ത ശേഷം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തൂവി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ കായയുടെ മാനിയും പരിപ്പും വെച്ചുള്ള തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കായയുടെ മാനിയുടെ കൂടെ ചെറുപയറും ചക്കക്കുരു വെച്ചിട്ടുള്ള തോരൻ അടിപൊളിയാട്ടോ. അപ്പോൾ അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണേ. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.